ഒരു ആടായി അവൻ മാറുകയായിരുന്നു. ഇരുട്ടിൽ തിളങ്ങുന്ന ആടുകളുടെ കണ്ണുകളിൽ ഒന്ന് ഇപ്പോൾ അവൻ്റേതാണ്. ടൈറ്റിൽ ആടുജീവിതം, ദ ഗുഡ് ലൈഫ്. ആടുജീവിതം, ബ്ലെസ്സി. ഒരു കഥയെ അമ്മട്ടിൽ ദൃശ്യഭാഷയിലേക്ക് പകർത്തി വയ്ക്കലല്ല തിരക്കഥയുടെ ദൗത്യം. അതിനപ്പുറം അതിൻ്റെ ആത്മാവ് കണ്ടെത്തി അതിന് പുതിയൊരു ഭാഷ്യം ചമയ്ക്കുമ്പോഴാണ് അത് സർഗാത്മകമായി എന്ന് പറയാനാവുക. അതിൽ വിളക്കിച്ചേർക്കലുകളും വെട്ടിക്കളയലുകളുമുണ്ട്. ആടുജീവിതം എന്ന നോവലിൽ നിന്ന് ആടുജീവിതം എന്ന തിരക്കഥ ഇങ്ങനെയാണ് വേറിട്ടതാവുന്നത്. ഒരു കഥയെ ഉജ്ജ്വലമായ തിരക്കഥയായി മാറ്റുന്നത് എങ്ങനെയെന്നതിൻ്റെ പാഠമായി ഇത് മാറുന്നു. കഥ എന്ന പ്രാഥമിക രൂപത്തിനും സിനിമ എന്ന അന്തിമ രൂപത്തിനുമിടയിലെ ശക്തമായ പടവ് എന്ന നിലയിൽ രണ്ടും ഇഷ്ടപ്പെടുന്നവർ നിശ്ചയമായും വായിക്കേണ്ടതാണ് ബ്ലെസ്സിയുടെ ഈ ഈടൊറ്റ തിരക്കഥ. ബെന്യാമിൻ നോവലിൻ്റെ വായനാനുഭവം പകരുന്ന ആടുജീവിതം, ബ്ലെസ്സി. ആടുജീവിതത്തിലെ ദൃശ്യാനുഭവങ്ങൾ, ബ്ലെസ്സി. നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ആടുജീവിതം എന്ന നോവലിന് ബെന്യാമിൻ നൽകിയ അടയാളവാക്യം ഇതാണ്: മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും അനുഭവങ്ങളും ഒരു കഥയോ വിസ്മയങ്ങളോ ആവുന്നതിനപ്പുറം നമ്മുടെ അനുഭവങ്ങളായി മാറുന്നില്ല എന്ന ഏറെ സ്പർശിക്കുന്ന വാക്യം. 2009 ആടുജീവിതം ആദ്യമായി വായിക്കുന്നത്. നോവലിന് തിരക്കഥാരൂപം നൽകുന്നത് 2016-2017 കാലഘട്ടങ്ങളിൽ. 2024 ഇതെഴുതുന്ന ഈ നിമിഷത്തിൽ നിന്ന് നോവൽ വായനയുടെയും തിരക്കഥാരചനയുടെയും ഓർമ്മകളിലേക്ക് തീവ്രമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ കാലം നാം തന്നെ അനുഭവിച്ചതാണോ എന്ന് തോന്നുന്ന തരത്തിൽ ഒരു കെട്ടുകഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശാരീരികവും മാനസികവുമായ ഒരുപാട് തീവ്രമായ അനുഭവങ്ങളിലൂടെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ കടന്നുപോയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെയും കൊറോണയുടെ ഭീകരതയെയും അതിജീവിച്ച് കടന്നുപോയെങ്കിലും ഇവയെല്ലാം ഇപ്പോൾ ഒരു മായാക്കാഴ്ച പോലെ അവ്യക്തമാവുന്നു. ഒരുപക്ഷെ മനുഷ്യന് തലച്ചോറ് നൽകുന്ന ഒരു അന്യഗ്രഹമായിരിക്കാം അത്. ആടുജീവിതത്തിൻ്റെ ആദ്യ വായനയിൽ തന്നെ സിനിമയെക്കുറിച്ച് മനസ്സിൽ ചില ധാരണകൾ രൂപപ്പെട്ടിരുന്നു. 43 അധ്യായങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പുസ്തകത്തെ സിനിമയുടെ രൂപത്തിലേക്കും ഘടനയിലേക്കും സ്വാംശീകരിക്കുക എന്നത് ഏറ്റവും ദുഷ്കരവും ശ്രമകരവുമായ ജോലിയായിരുന്നു. ഒരുപാട് തവണ വായിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ മഷികൊണ്ട് രേഖപ്പെടുത്തിയും പ്രധാന പോയിന്റുകൾ കുറിച്ചു വെച്ചുമാണ് ഞാൻ ഈ തിരക്കഥയ്ക്ക് രൂപം കൊടുത്തത്. നോവലിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ച ആവശ്യമില്ല. ഒരു അധ്യായത്തിൽ നോവലിൻ്റെ കാലം അവസാനിക്കാം. എന്നാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം കാലവും സമയവും കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒരു ഇമോഷണൽ ട്രാക്ക് വികസിപ്പിക്കാൻ ഒരാളുടെ ഉള്ളിലെ വേദനകൾ, ചിന്തകൾ എന്നിവയ്ക്കെല്ലാം ഒരു ക്രമീകരണത്തോടെയുള്ള തുടർച്ച ആവശ്യമാണ്. അപ്പോഴാണ് പ്രേക്ഷകർക്ക് അത് ആസ്വാദ്യമാകുന്നത്. വായനയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യായത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് അടുത്ത അധ്യായം പറയണമെന്നില്ല. പുസ്തകം ഒറ്റയിരുപ്പിന് വായിച്ചാലും അവയെ ചെറിയ ബിംബങ്ങളായാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. പക്ഷേ തുടർച്ചയാണ് സിനിമയ്ക്ക് ആവശ്യം. സാഹിത്യത്തെ സിനിമയായി രൂപപ്പെടുത്താൻ ശ്രമകരമായ ഒട്ടേറെ പരിശ്രമങ്ങളുണ്ട്. പൂർണ്ണമായും ഒരു കഥയെ അവലംബിച്ച് അതിൻ്റെ ഘടനയിലൂടെ ഒരു തിരക്കഥ എഴുതുന്നത് ആദ്യമാണ്. പുസ്തകത്തിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായി തിരക്കഥയെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് ധാരണയോടെ പല സീനുകളും കൂട്ടിച്ചേർത്തും ഒഴിവാക്കിയുമാണ് ഈ ഘടന രൂപപ്പെടുത്തിയത്. നോവലിൽ അറബിയുടെ ഭാഷ മലയാളത്തിലാണ് കാണുന്നതെങ്കിൽ തിരക്കഥയിൽ അറബി പറയുന്നത് അറബിയിൽ തന്നെ എഴുതണം. എങ്കിൽ മാത്രമേ അതിന് പൂർണ്ണതയുണ്ടാവൂ. അതിനുശേഷം തിരുത്തലുകൾ ഉണ്ടാവുന്നു. ഷൂട്ടിങ്ങിന് ശേഷവും തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സിനിമ രൂപം കൊണ്ടത്. ഇതുപോലെ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ തിരക്കഥയ്ക്ക്. തിരക്കഥയും നോവലും തമ്മിലുള്ള ഒരു താരതമ്യം ദുരൂഹതയുണ്ടാക്കും. വായനാനുഭവത്തെക്കാളും ദൃശ്യാനുഭവത്തിന് പ്രാധാന്യം നൽകുന്നതാണ് തിരക്കഥ. 250-ലേറെ പതിപ്പുകൾ കടന്ന് സഞ്ചരിക്കുന്ന ആടുജീവിതം അഭ്രപാളികളിൽ എത്തുന്നതും അതിൻ്റെ തിരക്കഥ പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നതും ഭാഗ്യമേറിയ അനുഭവമാണ്. തിരക്കഥയ്ക്കായി വളരെ മുൻപേ എന്നെ സമീപിച്ച DC ബുക്സിനോടും മറ്റുള്ളവരോടും നന്ദിയും സ്നേഹവും കൂടി രേഖപ്പെടുത്തുന്നു.
സീൻ 1. പകൽ. എക്സ്റ്റീരിയർ. മരുഭൂമിയുടെ പരപ്പിൽ ഇരുഭാഗത്തു നിന്നും വീശിയടിക്കുന്ന കാറ്റിൽ പറന്നു പൊന്തുന്ന പൊടിക്കാറ്റ്. മണൽ പരപ്പിൽ ഒരു വശത്തായി രൂപം കൊള്ളുന്ന ചുഴലി. മണൽത്തരികൾ കൂടുതൽ വ്യക്തമായി, ഓരോ മണൽത്തരികളും സ്വയം വിറയ്ക്കുന്നത് പോലെ. സ്വാഭാവികമായി അതിൻ്റെ ചലനം വർദ്ധിക്കുന്നു. മുകളിലേക്ക് ഉയർന്നു പൊന്തിയാടുന്ന മണൽത്തരികൾ, മണലിനെ വട്ടം കറക്കി മുകളിലേക്ക് ഉയർന്നു പൊന്തുന്ന ചുഴലിക്കാറ്റ്, ആകാശത്തേക്ക് പൊന്തി ഉരുണ്ട് കറങ്ങിക്കൊണ്ട് മുന്നോട്ട് ഓടി വരുന്ന കാറ്റ്, കടലുപോലെ പരന്നു കിടക്കുന്ന അനന്തമായ മരുഭൂമിയിലെ മൺകൂനകളെ പാറിപ്പറച്ച് കൊണ്ടുവരുന്ന പൊടിക്കാറ്റ്, മഞ്ഞുപാളികൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൊടിപടലത്തിൽ അവ്യക്തമാകുന്ന മരുഭൂമി. ദൂരെ നിന്നും രൂപം പൂണ്ട് വട്ടം ചുറ്റിയടിക്കുന്ന ചുഴലിക്കാറ്റ് സ്ക്രീനിലേക്ക് വന്ന് നിറഞ്ഞ് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് കടന്നുപോകുന്നു. സീൻ 1. വൈകുന്നേരം. എക്സ്റ്റീരിയർ. ഒരു നിമിഷത്തെ ഇരുട്ടിലും നിശബ്ദതയിലും തെളിയുന്ന ടൈറ്റിൽ. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഇരുണ്ട സ്ക്രീനിൽ നിന്നും താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പൊടിമണലുകൾ. ഒരു നിമിഷത്തെ ഇരുട്ടിലും നിശബ്ദതയിലും തെളിയുന്ന ടൈറ്റിൽ. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഇരുണ്ട സ്ക്രീനിൽ നിന്നും താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പൊടിമണലുകൾ. സാവകാശം തെളിയുന്ന മരുഭൂമിയുടെ വന്യത. കിഴക്ക് ചാഞ്ഞിറങ്ങുന്ന അസ്തമന സൂര്യൻ. മണൽക്കൂനകളിൽ ചുളിവുകൾ വിരിച്ച് കൂടുതൽ സുന്ദരമാക്കിയിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിനനുസരണമായി നിഴലുകൾ മരുഭൂമിയിൽ ഇരട്ട് പരത്തുന്നു. സീൻ 1. രാത്രി. എക്സ്റ്റീരിയർ. മരുഭൂമി. നിലാവൊളിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മരുഭൂമിയിലെ രാത്രി. ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ. മിൽക്കി വേ. സ്വർഗീയ സംഗീതമുയരുന്നു. മരുഭൂമിയുടെ അത്ഭുത കാഴ്ച. സീൻ 2. രാത്രി. എക്സ്റ്റീരിയർ. മസറ. മസറയിലെ രാത്രി. ആടുകൾക്ക് കുടിക്കാനായി കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന നീളത്തിലുള്ള തൊട്ടിയിൽ തെളിയുന്ന നീലാകാശവും നക്ഷത്രങ്ങളും. നിലത്തുകൂടി ഇഴഞ്ഞു വരുന്ന നജീബ്. കൈകളിലെ കെട്ടഴിച്ചു മാറ്റിയ നിലയിലാണ്. പരവേശവും പരിഭ്രാന്തിയും നിറഞ്ഞ മുഖവുമായി അവൻ അടുത്തു കണ്ട ആടുകൾ കുടിക്കുന്ന ബക്കറ്റിലേക്ക് ആർത്തിയോടെ തല താഴ്ത്തി. ഒരു ആടിനെ പോലെ വെള്ളം മൊത്തിക്കുടിച്ചു. സാവകാശം തലയുയർത്തി നിർവികാരനായി ക്യാമറയിലേക്ക് നോക്കി കണ്ണ് തുറന്നടച്ചു. വീണ്ടും തൊട്ടിയിലേക്ക് തല താഴ്ത്തി വെള്ളം കുടിച്ചു. തല ഉയർത്തിയപ്പോൾ അവന് ചുറ്റും കൂടി നിൽക്കുന്ന ആട്ടിൻകൂട്ടം. ഇരുട്ടിൽ അവയുടെ കണ്ണുകൾ തിളങ്ങുന്നതും കാണാം. അവൻ ചുറ്റും കൂടിയ ആടുകളെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ കരച്ചിലോ വേദനയോ ഇല്ല. അവൻ വീണ്ടും തൊട്ടിലിലേക്ക് തല താഴ്ത്തി വെള്ളം കുടിച്ചു. ഒരു ആടായി അവൻ മാറുകയായിരുന്നു. ഇരുട്ടിൽ തിളങ്ങുന്ന ആടുകളുടെ കണ്ണുകളിൽ ഒന്ന് ഇപ്പോൾ അവൻ്റേതാണ്. ടൈറ്റിൽ: ആടുജീവിതം. ദ ഗുഡ് ലൈഫ്.